ഒരിക്കലും ഗ്രാമത്തിൽ ബുദ്ധി കുറവുള്ള ഒരു മുത്തശ്ശനും അയാളുടെ ഭാര്യയും താമസിച്ചിരുന്നു. ഭാര്യ പറഞ്ഞാൽ മാത്രമേ അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. ഒരു ദിവസം ഭാര്യ അവരുടെ പശുവിനെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി പറഞ്ഞു. മുത്തശ്ശൻ ആ പശുവിനെ കൊണ്ട് യാത്ര തുടങ്ങി. വഴിയിൽ വെച്ച് ഒരു യാത്രക്കാരനെ കണ്ടപ്പോൾ ചന്തയിൽ പോകാതെ തന്നെ നല്ല വില കിട്ടുമെന്ന് വിചാരിച്ച് പശുവിനെ അയാൾക്ക് കൊടുത്ത് പകരം ഒരു പന്നിയെ വാങ്ങി. പന്നിയെ കൊണ്ട് പോകുമ്പോൾ പന്നിയെ നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരാളെ കണ്ടു. അപ്പോൾ അതിനെ മാറ്റിയിട്ട് പകരം ഒരു താറാവിനെ വാങ്ങി. പക്ഷെ താറാവാണെങ്കിലോ യാത്രയിൽ മുഴുവൻ അയാളുടെ മുടിയിൽ കയറി കൊത്തി വലിക്കായിരുന്നു. വഴിയിൽ വെച്ച് ഈ താറാവിന്റെ ശല്യവും സഹിക്കാൻ പറ്റാതെ നടന്നു പോകുമ്പോൾ വേറൊരാളെ കണ്ടു. അയാൾക്ക് ഈ താറാവിനെ കൊടുത്തിട്ട് പകരം അയാളുടെ കയ്യിലുള്ള ഒരു ചെറിയ കല്ല് വാങ്ങി. അതും കൊണ്ട് നടന്നു പോകുമ്പോൾ പുഴയുടെ ഒരു കരയിലെത്തിയപ്പോൾ കാട്ടു താറാവുകളെ കണ്ടു. അവറ്റകളെ കൊണ്ടുപോയി വിറ്റാൽ നല്ല വില കിട്ടുമെന്ന് വിചാരിച്ച് അവരെ കൊല്ലാനായിട്ട് ആ കല്ലെടുത്ത് എറിഞ്ഞു. പക്ഷെ താറാവുകൾ അവിടെ നിന്ന് പറന്നു പോയി. കല്ലാണെങ്കിലോ പുഴയിലും മുങ്ങി. കല്ല് തിരയാൻ വേണ്ടി വസ്ത്രങ്ങളൊക്കെ ഊരി വെച്ച് പുഴയിലേക്ക് മുത്തശ്ശൻ ഇറങ്ങിയപ്പോൾ ആരോ അയാളുടെ വസ്ത്രങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. തൊപ്പി കൊണ്ട് ശരീരം അറച്ചു പിടിച്ച് അയാൾ വീട്ടിലേക്ക് ഓടിപ്പോയി. വീടെത്തിയപ്പോൾ വിശപ്പോടെ ഒരു കഷ്ണം ബ്രെഡ് എടുത്തു. പക്ഷെ അത് താഴെ വീണു. അതൊരു നായ എടുത്തു. നായയെ ഓടിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന വൈൻ കുപ്പിയുടെ അടപ്പുകൾ അങ്ങ് തുറന്നപ്പോൾ കുപ്പി മറിഞ്ഞ് വൈന് മുഴുവൻ നിലത്ത് ഒഴുകിപ്പോയി. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു അരയന്നം മുട്ടയിട് അത് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്തു. ഭാര്യ വരുമെന്ന് പേടിച്ച് അയാൾ ആ അരയന്നത്തിന്റെ കഴുത്തി നിരിച്ചു കൊന്നു. അരയന്നവും ചത്തു, വൈനും പോയി. അമ്മേ, ഭാര്യ എന്നെ പൊങ്കാലയിടുമെന്ന് വിചാരിച്ച് അവിടെ ഒഴുകിയ വൈനില് മാവും അരയന്നത്തിന്റെ തുവലുകളും ചേർത്ത് അയാൾ അതിലങ്ങ് കയറി ഉരുണ്ടു. രാക്ഷസനെ പോലെ ആയി മാറി. എന്നിട്ട് മുട്ടകളുടെ മുകളിൽ കയറിയിരുന്നു. ഭാര്യ തിരിച്ചെത്തിയപ്പോൾ ആ മോൺസ്റ്ററിനെ കണ്ട് കോടാലിയൊക്കെ എടുത്ത് ആക്രമിക്കാനായി നിന്നു. പേടിയായി നിന്ന മുത്തശ്ശന് മുട്ടുകുത്തി നിന്ന് കരഞ്ഞ് സത്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട ഭാര്യ ദേഷ്യത്തോടെ മുത്തശ്ശനെ അങ്ങ് തല്ലി. പിന്നെ വീട്ടിലിരുത്തി വേറെ ഇനി ഒരു പണിക്കും പോണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി തന്നെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണെന്ന് കമന്റ് ചെയ്യൂ. ഇന്ന് ആരുടെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ.